നമസ്കാരം. നമ്മൾ വലിയൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ലളിതാ സഹസ്രനാമ സപര്യ. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും വളരെയധികം പരിചിതമായ ഒരു ദേവി സ്തോത്രകൃതി എന്ന പേരിൽ പോലും നമ്മൾ സമീപിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ലളിതാ സഹസ്രനാമം. വശിന്യാദി വാഗ്ദേവതകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ലളിതാ സഹസ്രനാമം എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് വശിന്യാദി വാഗ്ദേവതകൾ ഇത് നിർമ്മിച്ചു എന്ന് പറയുന്നത്? മനുഷ്യനെ കൊണ്ടല്ല ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആരാണ് വശിന്യാദി വാഗ്ദേവതകൾ? വാക്കിൻ്റെ നാലവസ്ഥയായിട്ടുള്ള നാലാമത്തെ അവസ്ഥയാണ് വൈഖരി അവസ്ഥ എന്ന് പറയുന്നത്. ആദ്യത്തെ അവസ്ഥയുടെ പേര് പര എന്നാണ്. പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ നാലവസ്ഥകളിൽ വൈഖരി വാണി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന വാണി. ആ വാണി 8 സ്ഥാനങ്ങളിലായി വസിക്കുന്നു എന്നാണ് പറയുന്നത്. അഷ്ടസ്ഥാനേഷു വൈഖരി. ഈ അഷ്ടസ്ഥാനങ്ങളിലിരിക്കുന്ന വൈഖരി അഷ്ടമാതൃക്കളായിട്ടുള്ള ഈ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വശിന്യാദി വാഗ്ദേവതകളിലൂടെ നമ്മിലേക്ക് എത്തുന്നു എന്ന് വെച്ചാൽ, പര എന്ന ആ പരമ്പൊരുളിനെ കുറിച്ച് നമുക്ക് വായിക്കാനും അറിയാനും കേൾക്കാനും ചൊല്ലാനും മനസ്സിലാക്കാനും പറ്റുന്ന ഏറ്റവും മഹത്തരമായ ഒരു കൃതിയാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമത്തിന് രഹസ്യനാമ സഹസ്രം എന്നൊരു പേരുകൂടെയുണ്ട്. ആ പേര് തന്നെ കാണിക്കുന്നത് രഹസ്യയുടെ 1000 നാമങ്ങൾ എന്നാണ്. ആരാണ് രഹസ്യ? ദേവിയാണ് രഹസ്യ. ആ കുലസുന്ദരിയെക്കുറിച്ച്, ആ ത്രിപുരാംബികയെക്കുറിച്ച്, ആ ലളിതാ പരമേശ്വരിയെക്കുറിച്ച് നാം കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന ഒരു സപര്യയ്ക്ക് ഒരുങ്ങുകയാണ്. ആ സപര്യ തീർച്ചയായും തന്ത്രശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിലൂടെ സ്പർശിച്ചുകൊണ്ട് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും പദ്ധതികളൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായിരിക്കും എന്ന് പ്രത്യാശിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓം